ചൈനയും ഇറാനും തമ്മിൽ പ്രതിരോധ ആയുധങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ പൂർത്തിയായി. 300ഓളം പ്രതിരോധ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ പ്രതിരോധ ആയുധങ്ങളാണ് ചൈന ഇറാന് നൽകാൻ വേണ്ടിയിട്ട് തത്വത്തിൽ തീരുമാനിച്ചത്. അതിൻ്റെ കരാർ വ്യവസ്ഥ ഇറാന്റെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാർ പരസ്പരം കൈമാറി എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ ഇത്തരമൊരു കരാർ വ്യവസ്ഥ ഗുണപരമല്ലെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രതികരിച്ചു. അമേരിക്കയുടെ പ്രതികരണങ്ങൾ സാധാരണഗതിയിൽ ഉള്ളതാണ്, അതിൽ വലിയ അത്ഭുതമൊന്നും കാണാനില്ല എന്ന് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇനിയൊരു യുദ്ധം മാരകമായിട്ടുണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായ രീതിയിൽ ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഒരു പക്ഷേ ചൈന ഏറ്റെടുക്കും എന്ന റിപ്പോർട്ട് പോലും ഇതിനിടയിൽ പുറത്തു വന്നതാണ്. പ്രതീക്ഷിച്ച തരത്തിലൊന്നും അല്ല ഇനി കാര്യങ്ങൾ പോകുന്നത്. അതിന് മറ്റൊരു തലമുണ്ടാകും എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്ക് വലിയ താല്പര്യങ്ങളും ആകാംക്ഷയുണ്ട് എന്നും ചൈന പറയുന്നു. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ചൈനയുടെ പെട്രോളിയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് ഇറാനെ ഇറാനായിട്ട് നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യങ്ങളോട് പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നു. അപ്പോൾ ചൈനയുമായ രീതിയിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇറാനുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇതിനു മുൻപ് തന്നെ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിത്യേന എന്നോണം രാത്രി കാലങ്ങളിൽ എത്തപ്പെടാറുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. BBC അടക്കമുള്ള അന്താരാഷ്ട്ര പ്രധാന മീഡിയകൾ ഈ പ്രസ്താവന പുറത്തു വിടുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈന ഇടപെടുന്നു. ചൈന ഏത് തരത്തിലുള്ള സഹായവും ഇവർക്ക് നൽകി കൊടുക്കുമെന്ന് മാത്രമല്ല, സാമ്പത്തിക മേഖലയിൽ വലിയ സഹായങ്ങളുണ്ടാവും. ലോകത്ത് ഇപ്പോൾ കറൻസിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് ഇറാൻ. അപ്പോൾ ഇറാനെ പുനരുദ്ധരിക്കുക എന്നുള്ളത് ചൈനയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. തങ്ങൾ അവരെ സഹായിക്കും എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന വിഷയം. അഥവാ ഒരു തരത്തിലും ചൈനയുമായിട്ടുള്ള സഹകരണം ഇറാന് നല്ലതല്ലെന്നും അതിനെ ഒരു ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയായിട്ട് കാണുകയില്ലെന്നും അമേരിക്ക ഇതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായാൽ ഇവിടുത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അറേബ്യൻ മേഖലയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാക്കാൻ അമേരിക്കക്ക് സാധിക്കും. അഥവാ ഇപ്പോഴത്തെ അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇറാന്റെ സൈനിക ശക്തിക്ക് മുൻപിൽ പതറിപ്പോയ രാജ്യമാണ്. അമേരിക്കക്കും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട്. അത് അമേരിക്ക പല ഘട്ടങ്ങളായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആയുധത്തിൻ്റെ ബലക്കുറവ് മാത്രമാണ് ഏക ഒരു ആശ്വാസം എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞതാണ്. ആ ഒരു കാര്യത്തിൻ്റെ തുടർച്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്, അതൊരു സത്യവുമാണ്. റഡാർ സംവിധാനത്തെ വെട്ടിച്ച് പല ഘട്ടങ്ങളിലായി ചൈനയിൽ നിന്ന് ആയുധങ്ങൾ ഇറാനിൽ വന്നിട്ടുണ്ട് എന്നത് ഇതിനു മുൻപ് തന്നെ വലിയ വിവാദമായി തീർന്നിരുന്നു. ചൈനയോ ഇറാനോ അത് നിഷേധിക്കുകയോ അത് നിരാകരിക്കുകയോ ചെയ്തിട്ടില്ല. ചൈനയിൽ നിന്ന് പുറപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ കാർഗോ വിമാനങ്ങൾ ഇറാൻ്റെ അതിർത്തിയിലെത്തുന്നതോടുകൂടി സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ പെടാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം. റഡാർ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ചെയ്തത്. ഇറാൻ്റെ അതിർത്തി വരെ എല്ലാവിധ റെക്കോർഡിംഗ് സംവിധാനവും അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും
അതിർത്തി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും കാണുന്നില്ല, അദൃശ്യമാകുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നതാണ്. അത് യുദ്ധവിമാനങ്ങൾ, കാർഗോ വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങളിൽ കൂടി യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ഇറാനിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധത്തോടനുബന്ധിച്ച് തെഹ്റാൻ എയർപോർട്ടിൽ വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ വിമാനങ്ങൾ നിരനിരയായിട്ട് നിൽക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നെങ്കിൽ അതിനനുസരിച്ച് മീഡിയകളിലൊക്കെ അത് റിപ്പോർട്ട് വരുമായിരുന്നു. അതൊട്ട് വന്നിട്ടുമില്ല. അങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആയുധങ്ങൾ നിറക്കുന്നു എന്ന് മാത്രമല്ല, നിരന്തരം ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ആയുധ കരാർ ഇറാനുമായിട്ട് ഉണ്ടാക്കിയത് നിർമ്മിക്കുന്ന മിസൈലിൻ്റെ നല്ലൊരു ശതമാനം, അത് 35% എന്ന് പറയുന്നുണ്ട്, ചില റിപ്പോർട്ടിനകത്ത് 15% എന്ന് പറയുന്നുണ്ട്. ഇത് ആർക്ക് നൽകണം? റഷ്യക്ക് നൽകണമെന്നാണ്. റഷ്യക്ക് നിരന്തരം നൽകുകയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ നല്ലൊരു ശതമാനം മിസൈലുകൾ പ്രയോഗിച്ചത് ഇറാൻ്റേതാണ് എന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും പല ഘട്ടങ്ങളിലായി പറഞ്ഞതാണ്. പക്ഷേ ഇറാനും അമേരിക്കയും തമ്മിൽ നല്ലൊരു ബന്ധമല്ലാത്തത് കൊണ്ട് ഇതേക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാതെ നിൽക്കുകയും ചെയ്തു. ഇപ്പം സമാനമായിരിക്കുന്ന സ്ഥിതി വീണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വൻ തോതിൽ ആയുധങ്ങൾ ഒഴുകി നടക്കുകയാണ് ഇറാനിലൂടെ എന്ന തരത്തിലാണ്. അപ്പോൾ ഇറാനെ സംരക്ഷിക്കുക, അവരുടെ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുക, അങ്ങനെ അമേരിക്കക്കെതിരെ ഒരു ബദൽ സംവിധാനം കൃത്യതയോടുകൂടി നിർമ്മിക്കുക എന്നുള്ളത് ചൈനയുടെയും റഷ്യയുടെയും ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തന കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമുള്ള കാര്യവുമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക, മുൻപത്തെ സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു സാമ്പത്തിക ഉപരോധം, അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യം ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കയറ്റുമതി ഇറക്കുമതി പോലെയുള്ള സഹകരണം ഉണ്ടെങ്കിൽ അതിനെ ഉപരോധിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അമേരിക്ക പലതരത്തിലും ചെയ്തിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അങ്ങനെ ഉള്ള ഒരു സഹകരണ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളൊന്നോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് വളരെ കൃത്യമുള്ള കാര്യമാണ്. അതായത് ഭയപ്പെടുന്നില്ല. അമേരിക്ക ഒരു ഗ്ലോബലായിരിക്കുന്ന ഒരു സൈനിക ശക്തിയാണ് എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. ഇറാൻ്റെ നിലപാടുകൾ, സമീപനങ്ങൾ, രീതികൾ, യുദ്ധമുറകൾ, തന്ത്രങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ലോകാടിസ്ഥാനത്തിൽ മാധ്യമങ്ങളും ചരിത്രകാരന്മാരും. വിചാരിക്കുന്ന തരത്തിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യവുമാണ്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച വരിക എന്ന് പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു വിഷയം പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഇന്നത്തെ ലോകം വിശ്വസിക്കുന്നില്ല. സംശയത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം തൊട്ട് പിറകെ വരാൻ പോകുന്നുണ്ട്, അതുകൂടെ വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ചയാവാം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അമേരിക്കയെ അല്ല പരിഗണിക്കുന്നത്, ഇറാനെയാണ് പരിഗണിക്കുന്നത്. ഒരു 3-ാം ലോക യുദ്ധം വരുന്ന സമയത്ത് ഇറാൻ്റെ എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ടാകുമോ എന്ന കാര്യം പോലും വളരെ പ്രസക്തമായ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്, കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ആലോചിച്ചാൽ അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു 3-ാം ലോക യുദ്ധത്തെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമോ ത്രാണിയോ ശേഷിപ്പോ നിലവിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഒലിച്ചു പോയി, അവിടെ ശക്തികൾ ചോർന്നു പോയി, ലോകത്തിന് മുൻപിൽ അവർ നാണം കെട്ടുപോയി. ഇത്രയേ ഉള്ളൂ അമേരിക്ക എന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇങ്ങനെ ഞങ്ങൾ ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തകരാൻ മാത്രമേ യഥാർത്ഥത്തിൽ എന്തുള്ളൂ, അമേരിക്കയുടെ സൈനിക ശക്തിയും ബലവുമുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്ന യുദ്ധം എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായി നേരിട്ട് ഇറാൻ നടത്തുന്ന യുദ്ധമാണ്. അതിൻ്റെ പരിണത ഫലം നമുക്കറിയാം. നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കുകൾ മാത്രമാണ് അമേരിക്കക്ക് പറയാനുള്ളത്, ഇസ്രായേലിനും പറയാനുള്ളത്. വിജയമില്ല.
ഏതെങ്കിലും തരത്തിലൊരു വിജയം, ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമുള്ള കാര്യമാണ്. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സ്ഥിതികളും നീങ്ങിപ്പോകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ അമേരിക്ക യഥാർത്ഥത്തിൽ സ്വന്തമായ രീതിയിലുള്ള നിലനിൽപ്പിന് വേണ്ടി ഇറാനുമായിട്ട് പോരാടുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് ശരി എന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു സാഹചര്യങ്ങളും ആ ഒരു അവസ്ഥകളും നിലവിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുകയാണ് ഈ മേഖലയിലെ യുദ്ധത്തിൻ്റെ രീതികളും അവസ്ഥകളും എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.